ജനങ്ങളെ വെല്ലുവിളിച്ച് ആറന്മുള വിമാനത്താവള പദ്ധതിക്ക് വീണ്ടും തുടക്കമിട്ട UDF സർക്കാർ. വിമാനത്താവളത്തിനുള്ള 1000 ഏക്കർ കണ്ടെത്താൻ ഡ്രോൺ പരിശോധന നടത്തി. അബിൻ വർക്കി MLA, ആന്റണി MP തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് നടപടികൾ ആരംഭിച്ചത്. ശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് ഒരു പതിറ്റാണ്ട് മുമ്പ് ഉപേക്ഷിച്ച പദ്ധതിയാണ് ആറന്മുള വിമാനത്താവളം. UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ജനങ്ങളെ വെല്ലുവിളിച്ച് വീണ്ടും പദ്ധതിക്ക് തുടക്കമിടുകയാണ്. വിമാനത്താവള പദ്ധതിക്കായി വീണ്ടും പ്രദേശത്തെ ഡ്രോൺ പരിശോധന നടത്തി. ഡൽഹിയിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. രണ്ടാം ഘട്ട പരിശോധന ഉടനുണ്ടാകും. വിമാനത്താവളത്തിനുള്ള 1000 ഏക്കർ കണ്ടെത്താനാണ് പരിശോധന. മൗണ്ട് സിയോൺ ഉടമ എബ്രഹാം കലമണ്ണിലാണ് പരിശോധന നടത്തിച്ചത്. അബിൻ വർക്കി MLA, ആന്റണി MP തുടങ്ങിയവരുടെ നിർദ്ദേശത്തിലും നേതൃത്വത്തിലുമാണ് പ്രാഥമിക നടപടികൾ ആരംഭിച്ചത്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭ്യമാകാവുന്ന ഏറ്റവും വലിയ പിന്തുണയായിരിക്കും ആറന്മുള വിമാനത്താവളം. MPയെ സംബന്ധിച്ച് ആറന്മുള മാത്രമല്ലല്ലോ, പത്തനംതിട്ട ജില്ല മൊത്തം ഉണ്ടല്ലോ. MPയോട് സംസാരിച്ച 100%. പിന്നെ അവരോട് പറയാൻ നമ്മൾ ഇറങ്ങത്തില്ലല്ലോ. MLAയോട് സംസാരിച്ച പിന്തുണയുന്നുണ്ട്. ADMന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട കളക്ടറേറ്റിലും നടപടികൾ നീക്കി തുടങ്ങി. നടപടികൾക്ക് പിന്നിൽ ഭൂമി കച്ചവടമാണ് ലക്ഷ്യമെന്നും UDF സർക്കാരിന്റെ നടപടി ദുരൂഹമാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു. എബ്രഹാം കലമണ്ണിൽ എന്ന് പറയുന്ന ഒരാൾ തീരുമാനിക്കേണ്ട ഒരു വിഷയമല്ല. ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതിനുള്ള ഉത്തരവുണ്ടാകണം. ഇത് താത്വികമായി അല്ലെങ്കിൽ ഇൻ പ്രിൻസിപ്പൽ സാങ്ഷൻ കിട്ടണം. ഇതൊന്നും ആയിട്ടില്ല. ഇതെല്ലാം പറയുന്ന എബ്രഹാം കലമണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. പക്ഷേ ഇതിനൊരു എന്തുകൊണ്ട് ഇവിടെ വിമാനത്താവളം പാടില്ല എന്ന് വളരെ വ്യക്തമായി സുപ്രീം കോടതി, ഗ്രീൻ ട്രിബ്യൂണൽ തുടങ്ങിയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ വളരെ വ്യക്തമായി ഉത്തരവിലൂടെ അത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. പിന്നെയും ഇത് കുത്തിപ്പൊക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഇതിൻ്റെ പിന്നിൽ കുറേ ദുരൂഹതകളുണ്ട്. കുമ്മനം രാജശേഖരൻ, സുഗതകുമാരി ടീച്ചർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വലിയ ജനകീയ പ്രതിഷേധത്തിലൂടെയാണ് മുമ്പ് പദ്ധതി ഉപേക്ഷിക്കാൻ അധികാരികൾ നിർബന്ധിതരായത്. പദ്ധതി നടപ്പാക്കിയതിലുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് 2014 ദേശീയ ഹരിത ട്രൈബ്യൂണൽ അനുമതി നിഷേധിച്ചത്. പിന്നീട് സുപ്രീം കോടതിയും അനുമതി നിഷേധിച്ചു. ജനം, പത്തനംതിട്ട.